കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഫാമിലിയിൽ നിന്ന് ആരും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിഷേധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ഒന്നും പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവിടെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പോലീസുകാരായിരുന്നൊക്കെ നമ്മളൊക്കെ നോക്കിയാൽ കാണുന്നതാണ്. അതുകൊണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അടുത്ത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫേക്കായിട്ടുള്ള വീഡിയോസ് ഒരുപാട് പ്രൊപ്പഗാൻഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഓൺലൈനിലുണ്ടെങ്കിൽ അതിനെതിരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ വരിക ഔറംഗസീബ് സിംഗിൻ്റെ ഫോട്ടോയാണ് അവരായി ഇരിക്കുന്നത്, അത് തട്ടിപ്പറിക്കുക അടിയൊക്കെ ആവുന്നുള്ള രീതിയിലായിരുന്നു. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അത് മോദിയുടെ തന്നെ ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ടെങ്കിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വേറെ രീതിയിലായിരുന്നു. സോ ഇതുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് അല്ല ഇത് മോദിയുടെ ഫോട്ടോ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുണ്ടെങ്കിൽ ഔറംഗസീബ് സിംഗിൻ്റെ ഫോട്ടോ എന്നുള്ള രീതിയിലായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഔറംഗസീബ് സിംഗ് ഉണ്ടെങ്കിൽ എല്ലാ മതക്കാർക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമായിരുന്നു, മെയിനായിട്ട് ഹിന്ദുക്കൾക്കെതിരെ. സോ അതുകൊണ്ടുണ്ടെങ്കിൽ വേറൊരു പ്രൊപ്പഗണ്ട എന്നുള്ള രീതിയിലായിരുന്നു അത് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോ വന്നതുണ്ടെങ്കിൽ ദിയ കൃഷ്ണ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ എത്രയോ പിള്ളേർ അവിടെ അടികൊണ്ട് വീഴുന്നത്, അതൊന്നും ഷെയർ ചെയ്തുകൊണ്ടെങ്കിൽ ഇതേണത്തുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള സംസാരമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, പിന്നെ ഉണ്ടെങ്കിൽ ദിയ കൃഷ്ണ ഏറെ തന്നെ കയറിക്കൊണ്ടേയിരിക്കുന്നു.